അരുൺകുമാർ, വളരെ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ് കേരളത്തിൽ എന്ത് തരത്തിലുള്ള ഒരു വികസനം വന്നാലും ഏതൊരു പുതിയ പദ്ധതി വന്നാലും ഉടൻ തന്നെ അതിനെതിരെ ഒരു അലിഗേഷൻ കൊണ്ടുവരികയും നേരെ കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കുറെ അധികം കാലങ്ങളായി നമ്മൾ കാണുന്നത്. ഓരോ തവണയും കോടതിയിൽ നിന്നും വലിയ തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ സ്പ്രിംഗ്ലർ കേസിലും ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവിനുണ്ടായിരിക്കുന്നത്. എന്നാൽ അത് തിരിച്ചടിയാണെന്ന് അംഗീകരിക്കാൻ ഒരു മനസ്സ് പോലും കാണിക്കാതെ ഇന്ന് അതിനെ മറ്റു പല രീതിയിൽ ന്യായീകരിക്കുന്ന വി ഡി സതീശനെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്, അല്ലേ? തീർച്ചയായും ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി വി ഡി സതീശന് ഈ വിഷയത്തിൽ നേരിടേണ്ടി വന്നത് നമുക്ക് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, ആദരം പദ്ധതി അവസാനിപ്പിക്കും, അതുപോലെ തന്നെ കേരള ബാങ്ക് പിരിച്ചുവിടും എന്നെല്ലാം പ്രതിപക്ഷ നേതാക്കന്മാർ പറഞ്ഞത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് AI ക്യാമറ, അതുപോലെ തന്നെ ജലമെട്രോ, അതുപോലെ K-ഫോൺ, ഫ്ലിംഗർ വിഭാഗത്തിലെല്ലാം ഹൈക്കോടതിയിൽ പോയി കനത്ത തിരിച്ചടി നേരിട്ടതാണ്. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. രാജ്യത്ത് ഒരിടത്തും ഒരു ചീഫ് ജസ്റ്റിസ്, ഒരു ജഡ്ജി പ്രതിപക്ഷ നേതാവിനോട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ കോടതിയിൽ വന്നു എന്ന് പറഞ്ഞ് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ആ ഹർജി തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ മറ്റൊരു കേസിലാണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അഫിഡവിറ്റ് ഫയൽ ചെയ്യാനായിട്ട് പിന്നെ ഹൈക്കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. ഏറ്റവും അവസാനം സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോടതി പറഞ്ഞു, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കോവിഡ് കാലത്ത് ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന സമയത്തെടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ ഒരു തരത്തിലുള്ള അഴിമതിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹർജി തള്ളിയത്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് നിരവധി ഉദാഹരണങ്ങൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ തടയുവാനും ജനങ്ങളിൽ അത് എത്തിക്കാതിരിക്കാനും വേണ്ടി നിരന്തരമായി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നും ജനങ്ങളിൽ നിന്നും കിട്ടുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇത്തരത്തിലൊരു വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നും ഇവിടുത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ലഭിച്ചിട്ട് ഇന്നത്തെ ഈ ഒരു പകൽ നോക്കുകയാണെങ്കിൽ മറ്റു മാധ്യമങ്ങളൊന്നും അത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന ഒന്നും നമ്മൾ കാണുന്നേയില്ല. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനോടുള്ള ഈ ഒരു സമവായം അത് വലതുപക്ഷ മാധ്യമങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുന്നു എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ? തീർച്ചയായും. ഇപ്പോ ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്രമാധ്യമങ്ങളോട് പറഞ്ഞത് ഏതോ ഒരു ജഡ്ജി ഏതോ കോടതിയിൽ ഇരുന്ന് അദ്ദേഹത്തിന് തോന്നിയത് പറഞ്ഞു എന്ന രൂപത്തിലാണ്. ഇവിടെ പല കേസുകൾ പരിഗണിക്കുമ്പോഴും കോടതി നടത്തുന്ന എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനമോ സംശയം ചോദിക്കലോ വരെ വളരെ ലീഡിംഗ് വാർത്തയായി, ബ്രേക്കിംഗ് ന്യൂസായി നിരവധി ദിവസം വൈകുന്നേരം ചർച്ചകളിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും നിശ്ചിതമായിട്ടുള്ള വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ വരുമ്പോഴും അത് ന്യായീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കോടതിയെ വരെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലും അത് കണ്ടില്ലെന്ന് നടിക്കുന്ന പത്രദൃശ്യ മാധ്യമങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പത്രമാധ്യമങ്ങൾ എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇദ്ദേഹം പറയുന്ന നുണ പിറ്റേ ദിവസം തിരുത്തി പറയുന്നതുമെല്ലാം ജനങ്ങൾ ഏറ്റെടുക്കുന്നു, നവമാധ്യമങ്ങൾ ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ചയാക്കുന്നത് നാം കാണുകയാണ്. മന്ത്രി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന അതും ഇന്ന് വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് നുണ പറയുന്നു, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ കണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയുമെല്ലാം വീണ്ടും ഇട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവ് നുണയനാണ് എന്ന് തെളിയിക്കുന്നതാണ് നാം കാണുന്നത്. അത് കൃത്യമായി വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഓരോ നുണയും പുറത്തു വരുന്നത്, ഒരുപാട് നുണകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു, അതെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യവും നാം കാണുകയാണ്. ശരി, വളരെയധികം നന്ദി.